അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവീൻ. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലായ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾക്ക് മുമ്പായിട്ട് അവൻ പോകുന്നു, അവനെ അവിടെ കാണും. വിശ്വാസ ജീവിതയാത്രയിൽ ദൈവ പൈതലെ ഞാൻ പറയട്ടെ, നിനക്ക് മുമ്പായി പോകുന്ന ഒരുവനുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ മുന്നിൽ വരുന്ന ഏത് പ്രതിസന്ധി ഘട്ടമാണെങ്കിലും, ഏത് പ്രയാസഘട്ടമാണെങ്കിലും നിനക്ക് മുമ്പേ പോകുന്ന ഒരു സാന്നിധ്യമുണ്ട്. അത് മറ്റാരുടെയും സാന്നിധ്യമല്ല, യേശുവിൻ്റെ സാന്നിധ്യമാണ്. എത്ര വലിയ പ്രശ്നമാണെങ്കിലും, അത് ചെങ്കടലാണെങ്കിലും, അത് യോർദാനാണെങ്കിലും, അത് തീകുണ്ടമാണെങ്കിലും, അത് സിംഹക്കുഴിയാണെങ്കിലും, നിനക്ക് മുമ്പായി ഇറങ്ങുന്ന, അത് കാരാഗ്രഹമാണെങ്കിലും, ഞാൻ പറയട്ടെ, നിനക്ക് മുമ്പായി പോകുന്ന ഒരു സാന്നിധ്യം അവിടെയുണ്ട്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ. ഈ വർത്തമാന കാലത്തിൽ എനിക്ക് സാന്നിധ്യം തരുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഒരിക്കൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു 2024 വർഷങ്ങൾക്ക് മുമ്പേ എന്നെ രക്ഷിപ്പാൻ, എന്നെ വീണ്ടെടുപ്പാൻ. ശാപത്തിൻ്റെ കീഴിൽ, പാപത്തിൻ്റെ കീഴിൽ കിടന്ന എന്നെ കോരിയെടുത്ത് രക്ഷയുടെ അനുഭവത്തിൽ നിർത്തി ഓരോ ദിവസവും ആ രക്ഷയുടെ സന്തോഷം തന്ന് ആ സാന്നിധ്യത്തിൻ്റെ മറവിൽ എന്നെ സൂക്ഷിച്ച് വെളിപ്പെടാൻ പോകുന്ന ഒരു രക്ഷയുണ്ട്. ആ രക്ഷയിൽ രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എത്തത്തക്കവണ്ണം എന്നെ കരുതി നടത്തുന്ന ഒരു സാന്നിധ്യമാണ് ഞാൻ അനുഭവിക്കുന്നത്. ആ സാന്നിധ്യം ഞാൻ വിട്ടുമാറത്തില്ല. ഭക്തികേട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. പ്രപഞ്ചമോഹം എന്നെ സ്വാധീനിക്കത്തില്ല. സുബോധത്തോടെ ജീവിപ്പാനുള്ളൊരു കൃപ ഇന്ന് പകൽ എനിക്ക് തരണമേ. എത്ര പേർ പ്രാർത്ഥിക്കും?